വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 299 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 298 റൺസ് എടുത്തു. ഇന്ത്യയ്ക്കായി ഷഫാലി വർമ്മയും ദീപ്തി ശർമ്മയും അർദ്ധ സെഞ്ചുറി നേടി. മഹേഷ് പോലൂർ സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. മഹേഷ്, ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക എത്ര റൺസ് എടുത്തിട്ടുണ്ട്? അവരുടെ ഏതെങ്കിലും വിക്കറ്റ് നഷ്ടമായിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? 26 റൺസ് എന്ന നിലയിലാണ്. 32 റൺസ് ഇപ്പോൾ ഒരു സിക്സർ കൂടി വന്നു. 6.2 ഓവറിൽ 32 റൺസ് എന്ന നിലയിലാണ്. വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. ദക്ഷിണാഫ്രിക്കയുടെ വിക്കറ്റ് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. ക്യാപ്റ്റൻ ലോറ വോൾവാർട്ട് 15 റൺസുമായുണ്ട്. ടാസ്മിൻ ബ്രിഡ്സ് 13 റൺസുമായും ക്രീസിലുണ്ട്. തുടക്കത്തിലൊരു അപ്പീൽ വന്നിരുന്നു. രേണുക സിംഗിൻ്റെ ഒരു പന്തിൽ ഒരു അപ്പീൽ വന്നിരുന്നു. പക്ഷേ അത് അമ്പയർ അത് ഔട്ടല്ല എന്ന് വിധിച്ചു. ഇന്ത്യ അത് റിവ്യൂവിന് പോയി, പക്ഷേ അത് ലഭിച്ചില്ല. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച തുടക്കമാണ് ഇന്ത്യ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ കിട്ടിയത്. സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ എന്നിവർ ചേർന്ന് 17.4 ഓവറിൽ 104 റൺസിന് ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തി. സ്മൃതി മന്ദാന 58 പന്തിൽ 45 റൺസ് എടുത്ത് പുറത്തായി. ഷഫാലി വർമ്മ 87 റൺസ് എടുത്തു. ഷഫാലിയുടെ കരിയർ ബെസ്റ്റാണ്. അതായത് ലോകകപ്പ് സ്ക്വാഡിൽ ഇടം ലഭിക്കാതിരുന്ന ഷഫാലി അതിനുശേഷം പ്രതികാ റാവൽ പരിക്കേറ്റ് പുറത്തായതിന് പിന്നാലെയാണ് കഴിഞ്ഞ സെമി ഫൈനലോട് കൂടി തന്നെ ഇന്ത്യയുടെ ടീമിലേക്ക് തിരികെ എത്തുന്നതും ഇന്ത്യക്കായി ബാറ്റ് വീശുന്നത്. അപ്പോൾ സെമിയിൽ 10 റൺസ് മാത്രമാണ് നേടിയതെങ്കിൽ ഫൈനലിൽ 87 റൺസ് 78 പന്തിൽ 7 ബൗണ്ടറികളും 2 സിക്സറുകളും ഷഫാലിയുടെ ബാറ്റിൽ നിന്ന് വന്നു. ജമീമ റോഡ്രിഗസ് 24 റൺസ് അടിച്ചു. ഹർമൻപ്രീത് കൗർ ക്യാപ്റ്റൻ 20 റൺസാണ് നേടിയത്. ദീപ്തി ശർമ്മ വീണ്ടും മികച്ച ഫോമിലാണ് താനെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. 58 പന്തിൽ 58 റൺസ് തന്നെ ദീപ്തിയും നേടി. അമൻജോത് കൗർ 12 റൺസ് എടുത്ത് പുറത്തായി. പക്ഷേ റിച്ച ഘോഷിൻ്റെ ഒരു മികച്ച ബാറ്റിംഗ്. റിച്ച ഘോഷ് 24 പന്തിൽ 34 റൺസ് നേടി. 3 ബൗണ്ടറികളും 2 പടുകൂറ്റൻ സിക്സറുകളും റിച്ചയുടെ ബാറ്റിൽ നിന്ന് വന്നു. രാധ യാദവ് 3 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. അങ്ങനെ 298 എന്ന ഒരു മികച്ച സ്കോർ. 300 കടക്കും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അവസാന ഓവറുകളിൽ ഒരു പടുകൂറ്റൻ അടികൾ വന്നില്ല. വിക്കറ്റുകൾ വീണതിന് പിന്നാലെ പടുകൂറ്റൻ അടികൾ വന്നില്ല. പക്ഷേ 300 അടുപ്പിച്ച് സ്കോറിലേക്ക് ഇന്ത്യ എത്തി. ഒരു മികച്ച സ്കോറാണ് ഈ വിക്കറ്റിൽ. ഒരു മികച്ച സ്കോർ തന്നെയാണ്. ഇന്ത്യക്ക് ഒരു പക്ഷേ അതിവേഗം വിക്കറ്റുകൾ വീഴ്ത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുള്ള ഒരു വിക്കറ്റ് തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം, ദക്ഷിണാഫ്രിക്കയുടെ വിക്കറ്റ് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. 33 റൺസ് എന്ന നിലയിലേക്ക് ദക്ഷിണാഫ്രിക്ക മാറുകയാണ്. ദക്ഷിണാഫ്രിക്കയും കരുത്തരായ ടീമാണ്. പ്രത്യേകിച്ച് ലോറ വോൾവാർട്ടിനെ പോലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാറ്റർ ക്രീസിലുണ്ട്. നദേൻ ഡിക്ലർക്കിനെ പോലുള്ള താരങ്ങൾ ഇറങ്ങാനുണ്ട്. മാരിസൺ കാപ്പിനെ പോലുള്ള മികച്ച ഓൾറൗണ്ട് താരങ്ങളൊക്കെ ഇറങ്ങാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മഹേഷ്, ഞാൻ ഒന്ന് ഇടപെട്ട ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റന് 15 റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്നതാണ് മഹേഷ് പറഞ്ഞത്. ഇനി കുറച്ച് റൺസും കൂടെ മതി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഒരു റെക്കോർഡ് അവരുടെ പേരിൽ സ്വന്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അലീസ ഫീലിയുടെ 509 എന്ന നേട്ടം ഒരു പക്ഷേ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ മറികടക്കിയില്ലേ? തീർച്ചയായും ഈ ടൂർണമെന്റിലുടനീളം ലോറ വോൾവാർട്ട് ഒരു മികച്ച പ്രകടനം പുറത്തെടുത്ത താരം തന്നെയാണ്. റൺ വേട്ടക്കാരുടെ പട്ടികയിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്നതും ലോറ വോൾവാർട്ട് തന്നെയാണ്. തൊട്ട് താഴെയാണ് സ്മൃതി മന്ദാനയുടെ സ്ഥാനം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഒരു 10-15 റൺസ് കൂടി കടന്നു കഴിഞ്ഞാൽ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്നുള്ള ഒരു വലിയ നേട്ടത്തിലേക്ക് ലോറ പോവുകയും ചെയ്യും. വളരെ കരുത്തുറ്റൊരു ബാറ്റിംഗ് നിര തന്നെയാണ് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ മറുവശത്ത് ക്രാന്തി ഗൗഡിൻ്റെ മികച്ച ബൗളിംഗ് നമ്മൾ കാണുന്നുണ്ട്. വലിയ കൂറ്റനടികളൊന്നും ക്രാന്തിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. രേണുക സിംഗ് താക്കൂറിൻ്റെ പന്തെർ നമ്മൾ കാണുന്നുണ്ട്. ദീപ്തി പന്തെറിയാൻ വരുന്നുണ്ട്. ശ്രീചരണി ഇനി പന്തെറിയാൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് സ്പിന്നിലേക്ക് കൂടുതൽ തിരിയുമ്പോൾ ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം പേസ് ബൗളർമാരെ വളരെ അനായാസം കളിക്കുന്ന ബാറ്റർമാരാണ് അവർക്കുള്ളത്. പക്ഷേ അതേ പേസിൽ അല്ലെങ്കിൽ അതേ ഒരു ആവേശത്തോടു കൂടി സ്പിൻ ബൗളർമാർക്കെതിരെ കളിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഒരു ബാറ്റിംഗ് ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ തന്നെ സ്പിന്നിന് മുന്നിൽ അങ്ങനെ വളരെ വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും.